ഹായ്, വെൽക്കം ടു വിനേഴ്സ് അക്കാഡമി. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹിസ്റ്ററിയിലെ INC എന്ന് പറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററിയിലെ തന്നെ ഒരു ഭാഗമാണേത് INC എന്ന് പറയുന്നത്. നമ്മുടെ ഈ INCയുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് മെയിനായി നമ്മൾ പഠിച്ചിരിക്കേണ്ടതെന്നുണ്ട്. അതായത് INCയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഘടന എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ INCയുടെ സെഷൻസിൽ നിന്നാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. INCയുടെ സമ്മേളനങ്ങളുണ്ട്, ആ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ ആ സെഷനുകളിൽ നിന്നാണ് എന്ത് ചോദിക്കാറുള്ളത്, ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുള്ളത്. അപ്പോൾ ഒരു സെഷനിൽ നിന്നും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കുന്നതെന്ന് അറിയോ? എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്? ഒരു ഇമ്പോർട്ടൻ്റ് സെഷനാണ്, ആ സെഷൻ്റെ ഇയർ കൃത്യമായി എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഒരു ഇമ്പോർട്ടൻ്റ് സെഷനാണ്, ആ സെഷൻ്റെ വർഷം കൃത്യമായി എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഒരു ഇമ്പോർട്ടൻ്റ് സെഷനാണ്, ആ സെഷൻ നടന്ന സ്ഥലം എവിടെയാണ് ആ പർട്ടിക്കുലർ സെഷൻ നടന്നത് കേട്ടോ, ആ സ്ഥലം. മൂന്നാമത്തത്, ആരാണ് ഈ സെഷന്റെ പ്രസിഡന്റ്, ആരാണ് ഈ സെഷനിൽ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത്. ഈ മൂന്ന് കാര്യങ്ങളാണ് മെയിനായി INCയുടെ സെഷനുകളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കാനായിട്ടുള്ളത്. മൂന്ന് കാര്യം എന്താ? വർഷം, ഏത് പ്ലേസ്, ആരാണ് പ്രസിഡന്റ്. ഓക്കെ, അപ്പോൾ INC എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് എന്നാണെന്നറിയോ? 1885 ഡിസംബർ 28 എന്ത് രൂപീകരിക്കുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. INC രൂപീകരിച്ച വർഷം ഏതാണ്? 1885 ഡിസംബർ 28. 1885 ഡിസംബർ 28 INC എന്ത് ചെയ്യുന്നത്, രൂപീകരിക്കുന്നത്. ആരാണ് ഫൗണ്ടർ? INCയുടെ ഫൗണ്ടർ ആണ് AO ഹ്യൂം, അലൻ ഒക്ടവൻ ഹ്യൂം ആണ് INCയുടെ എന്തെന്ന് പറയുന്നത്, ഫൗണ്ടർ എന്ന് പറയുന്നത്. ഏത് വർഷം? 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്യുന്നത്, രൂപീകരിക്കുന്നത്. ആരാ ഫൗണ്ടർ? AO ഹ്യൂം. ഈ ആദ്യത്തെ സെഷൻ, നമ്മുടെ INCയുടെ ആദ്യത്തെ സെഷൻ എവിടെ വെച്ചാ നടന്നതെന്ന് അറിയൂ? കോൺഗ്രസ് പാർട്ടിയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് ബോംബെയിൽ വെച്ചാണ്. എവിടെ വെച്ചാണ്? ബോംബെയിൽ വെച്ചാണ് ഫസ്റ്റ് സെഷൻ നടന്നത്. ഈ സെഷന്റെ പ്രസിഡന്റ് ആരെന്നറിയോ? നമ്മുടെ ഫസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? WC ബാനർജി. കോൺഗ്രസ് പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് WC ബാനർജിയാണ്. WC ബാനർജിയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ്. ഏത് വർഷം? 1885 ഡിസംബർ 28. ഓക്കെ, AO ഹ്യൂം എന്തായിരുന്നു? ഫൗണ്ടർ, കോൺഗ്രസ് പാർട്ടിയുടെ ഫൗണ്ടറും അത് മാത്രമല്ല ഫസ്റ്റ് സെക്രട്ടറി. കോൺഗ്രസ് പാർട്ടിയുടെ ആദ്യത്തെ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ അത് AO ഹ്യൂമാണ്. ഫൗണ്ടർ ആയിട്ടുള്ള AO ഹ്യൂം അവിടെ ആരാണ്? ആദ്യത്തെ സെക്രട്ടറി ആയി. പക്ഷെ പ്രസിഡന്റ് ആരാണ്? പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ WC ബാനർജി ആണ്. എവിടെ വെച്ചാണ് സെഷൻ നടന്നത്? ബോംബെയിൽ. ആക്ച്വലി ഈ കോൺഗ്രസ് പാർട്ടിയുടെ ആദ്യത്തെ സമ്മേളനം നടത്താൻ ആദ്യം തീരുമാനിച്ചത് പൂനെയിലായിരുന്നു. ആദ്യം ഈ സെഷൻ നടത്തായിരുന്നത് പൂനെയിലാണ്. പക്ഷെ ആ സമയത്ത് പൂനെയിൽ നമ്മുടെ പ്ലേഗ് ഇല്ലേ, ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന പ്ലേഗ്, ഈ പ്ലേഗ് അസുഖം വൻ രീതിയിൽ സ്പ്രെഡ് കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പൂനെയിൽ നിന്നും എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുകയായിരുന്നു? ബോംബെയിലേക്ക് ഫസ്റ്റ് സെഷൻ ഷിഫ്റ്റ് ചെയ്യുകയായിരുന്നു. അതുപോലെ തന്നെ ഈ സെഷനിൽ പങ്കെടുത്തത് 72 പേരാണ്. 72 പേരാണ് കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനത്തിൽ എന്ത് ചെയ്ത് പങ്കെടുത്തത് കേട്ടോ. 85 ഫസ്റ്റ് സമ്മേളനത്തിൽ പങ്കെടുത്ത എത്ര പേരാണ്? 72 പേര്. അപ്പം വളരെ കുറച്ച് പേരാണ് കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനത്തിൽ എന്ത് പങ്കെടുത്ത. എത്ര പേരാ? 72 പേര്. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസിന്റെ ഒന്നാമത്തെ സമ്മേളനത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് അന്നത്തെ ഇന്ത്യയുടെ വൈസ്രോയി, അന്ന് ആരെന്നറിയോ? ഇന്ത്യയുടെ വൈസ്രോയി ലോർഡ് ഡഫ്രിൻ ആയിരുന്നു. ആ സമയത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു ചോദിക്കും. കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച സമയത്ത് ആരാണ് ബ്രിട്ടീഷ് വൈസ്രോയി? ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? ലോർഡ് ഡഫ്രിൻ ആണ്. ലോർഡ് ഡഫ്രിൻ ആയിരുന്നു ആ ടൈം പീരീഡിൽ എന്താണ് കോൺഗ്രസ് പാർട്ടിയുടെ ബ്രിട്ടീഷ് വൈസ്രോയി എന്ന് പറയുന്നത്. ഏ ടൈമിൽ
ഈ ഒരു ടൈമിൽ. ഓക്കെ, അപ്പൊ അദ്ദേഹം അന്ന് പറഞ്ഞത് ഈ കോൺഗ്രസ് പാർട്ടിയിലെ അണികളെന്ന് പറയുന്നത് ഒരു മൈക്രോസ്കോപ്പിൽ കൂടെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കാണാൻ പറ്റൂ. കാരണം വളരെ കുറച്ച് പേര് മാത്രമാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഫസ്റ്റ് സെഷൻ, എത്ര പേര്, 72 പേർ മാത്രമേ പങ്കെടുത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുന്ന ആൾക്കാർ മാത്രമേ കോൺഗ്രസ് പാർട്ടിയിലുള്ളൂ എന്ന് പറഞ്ഞത് ആരാണ്? അന്നത്തെ വൈസ്രോയി, ബ്രിട്ടീഷ് വൈസ്രോയി ആയ ഡഫറിൻ പ്രഭുവാണ്. അപ്പൊ കണ്ടല്ലോ, ഫസ്റ്റ് സെഷൻ 85 ബോംബെ. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന രണ്ടാമത്തെ സെഷൻ, കോൺഗ്രസ് പാർട്ടിയുടെ രണ്ടാമത്തെ സെഷൻ നടക്കുന്നു 86-ല്, തൊട്ടടുത്ത വർഷം രണ്ടാമത്തെ സെഷൻ. എവിടെയാണ് സ്ഥലം? ആദ്യത്തെ ബോംബെ എങ്കിൽ രണ്ടാമത്തത് കൽക്കട്ട. രണ്ടാമത്തെ എവിടെ നടക്കുന്നു? കൽക്കട്ടയിൽ വെച്ച് നടക്കുന്നു രണ്ടാമത്തെ സെഷൻ. ആരാണ് പ്രസിഡന്റ്? ആരാടാ? ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, അല്ലെ, ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ, ദ ഗ്രാൻഡ് ഓൾഡ് മാൻ എന്നറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ ദാദാബായി നവറോജി, അല്ലെ, ഗ്രാൻഡ് ഓൾഡ് മാൻ എന്നറിയപ്പെടുന്ന ദാദാബായി നവറോജിയാണ് ഈ സെഷന്റെ എന്താണ്? പ്രസിഡന്റ്. ഈ സെഷൻ പ്രസിഡന്റ് ആരാണ്? ദാദാബായി നവറോജി. എവിടെ വെച്ച് നടക്കുന്നത്? കൽക്കട്ടയിൽ വെച്ചാണ് നടന്നത്. എത്ര പേരാണ് ഇതിൽ പങ്കെടുത്തത്? രണ്ടാമത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തത് 434 പേരാണ്. ആദ്യത്തെ സമ്മേളനം നമ്മൾ കണ്ടു. ഫസ്റ്റ് സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പേര്. രണ്ടാമത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തത് 434 പേര്. 434 പേര് പങ്കെടുത്തു. ഏ സെഷനില്? രണ്ടാമത്തെ സെഷനിൽ. ആരാ പ്രസിഡന്റ്? ദാദാബായി നവറോജി ആയിരുന്നു ആ സെഷനിൽ എന്താണ്? പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത്. ആരാണ്? ദാദാബായി നവറോജി. അപ്പൊ കണ്ടല്ലോ, കോൺഗ്രസിന്റെ ഫസ്റ്റ് സെഷനും കണ്ടു, സെക്കൻഡ് സെഷനും കണ്ടു, അല്ലെ. നമ്മൾ നേരെ പഠിക്കാൻ പോകുന്നത് കോൺഗ്രസിന്റെ മൂന്നാമത്തെ സെഷൻ 87, 1887 മൂന്നാമത്തെ സെഷൻ. എവിടെ നടക്കുന്നത്? മദ്രാസ്. ആദ്യത്തെ ബോംബെ, രണ്ടാമത്തെ കൽക്കട്ട, മൂന്നാമത്തത് മദ്രാസിൽ വെച്ച് 87 മദ്രാസ് സെഷൻ. ആരാ പ്രസിഡന്റ്? ബദറുദ്ദീൻ ത്യാബ്ജി. ആരാടാ? ബദറുദ്ദീൻ ത്യാബ്ജി. കേട്ടാ, ബദറുദ്ദീൻ ത്യാബ്ജി. ഒരു ക്വസ്റ്റ്യൻ ഓർത്ത് വെച്ചോ. INC-യുടെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ആരാണത്? ബദറുദ്ദീൻ ത്യാബ്ജിയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ്. കോൺഗ്രസ് പാർട്ടി ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ബദറുദ്ദീൻ ത്യാബ്ജി. എ സെഷൻ 87-ലെ മദ്രാസ് സെഷൻ. ഓക്കെ, ദെൻ അടുത്ത നാലാമത്തെ സെഷൻ, വർഷം 88, 1888. ഏതാ സെഷൻ? അലഹബാദ് സെഷൻ. നാലാമത്തെ സെഷൻ അലഹബാദ്. കേട്ടാ, ആദ്യത്തെ ബോംബെ, കൽക്കട്ട, മൂന്നാമത്തെ മദ്രാസ്, നാലാമത്തത് അലഹബാദ്. ആരുടെ പ്രസിഡന്റ്? ദ ജോർജ് യൂൾ. ആരാണ്? ജോർജ് യൂള്. ആ പേര് കണ്ടോ? ജോർജ് യൂൾ, അല്ലേ. അപ്പൊ എന്തായിരിക്കും ഈ സെഷന്റെ ഇമ്പോർട്ടൻസ്? INC-യുടെ ആദ്യത്തെ ഫോറിൻ പ്രസിഡന്റ്, വിദേശിയായിട്ടുള്ള കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ജോർജ് യൂൾ. ആദ്യത്തെ പ്രസിഡന്റ് WC ബാനർജി. രണ്ടാമത്തെ പ്രസിഡന്റ് ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ ആരാണ്? ദാദാബായി നവറോജി. ഈ ദാദാബായി നവറോജി ഏത് മതക്കാരനാണ്? ദാദാബായി നവറോജി പാഴ്സിയ, അല്ലെ, ഒരു പാഴ്സി മതവിഭാഗക്കാരനാണ് ആര്? ദാദാബായി നവറോജി. അപ്പൊ ഇങ്ങനെ ചോദിക്കും, INC-യുടെ ആദ്യത്തെ പാഴ്സി പ്രസിഡന്റ് ആരും ചോദിച്ചാൽ ആരാണ്? ദാദാബായി നവറോജി. അതുപോലെ മുസ്ലിം പ്രസിഡന്റ് ആരും ചോദിച്ചാൽ ആരാണ്? ബദറുദ്ദീൻ ത്യാബ്ജി. അതുപോലെ നാലാമത്തെ കോൺഗ്രസിന്റെ ആദ്യത്തെ വിദേശി ഇംഗ്ലീഷ് പ്രസിഡന്റ്, ഫോറിൻ പ്രസിഡന്റ് ആരും ചോദിച്ചാൽ ആരാണ്? അത് ജോർജ് യൂളാണ്. എ സെഷൻ അലഹബാദ് സെഷനിലാണ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത്. അടുത്ത സെഷൻ 89, 1889 സെഷൻ ബോംബെ സെഷൻ ഏതാണ്? ബോംബെ സെഷൻ. 1889 സെഷൻ ഏതാണ്? ബോംബെ സെഷൻ. ആരാ പ്രസിഡന്റ്? വില്യം ബെഡർബൻ. ആരുടെ പ്രസിഡന്റ്? വില്യം ബെഡർബൻ. കേട്ടാ, രണ്ടാമത്തെ ഫോറിൻ പ്രസിഡന്റ്. കേട്ടാ, INC-യുടെ രണ്ടാമത്തെ ഫോറിൻ പ്രസിഡന്റ് ആരാടാ? അത് ജോർജ് യൂൾ ആയിരുന്നു ഫസ്റ്റ്. ജോർജ് യൂളിന് ശേഷം തൊട്ടടുത്ത വർഷം ബോംബെ സെഷനിൽ രണ്ടാമത്തെ ഫോറിൻ പ്രസിഡന്റ് വരുന്നു. ആരാണ് രണ്ടാമത്തെ ഫോറിൻ പ്രസിഡന്റ്?
വില്യം വെഡർബൺ. വില്യം വെഡർബൺ ആണ് രണ്ടാമത്തെ എന്താണ് ഫോറിൻ പ്രസിഡന്റ്. ഉണ്ടല്ലോ. അപ്പം ആദ്യത്തെ 5 സെഷൻ അല്ലെ 85 to 89 വരെ നമ്മൾ എന്ത് ചെയ്തു, സെഷൻ കട്ട് ചെയ്ത് നമ്മൾ പഠിച്ചു. ഓക്കെ, നമുക്ക് അടുത്തിലോട്ട് പോയാലോ. അടുത്തൊരു സെറ്റ് ആദ്യത്തെ വർഷം 1896 സെഷൻ ഏതാ? കൽക്കട്ട സെഷൻ. 1896 സെഷൻ കൽക്കട്ട സെഷൻ. ഈ സെഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സെഷനിൽ വെച്ചാണ് നമ്മുടെ നാഷണൽ സോങ് ഏതാ? ഇന്ത്യയുടെ ദേശീയ നാഷണൽ സോങ്, ദേശീയ ഗീതം ഏതാണ്? ദേശീയ ഗീതം വന്ദേ മാതരം. നമ്മുടെ വന്ദേ മാതരം ആലപിച്ചത് ഈ ഒരു സെഷനിലാണ്. 1896 കോൺഗ്രസിന്റെ കൽക്കട്ട സമ്മേളനത്തിൽ വെച്ചാണ് എന്ത് ആദ്യമായി ആലപിക്കുന്നത്? നമ്മുടെ നാഷണൽ സോങ് ആയ വന്ദേ മാതരം ആദ്യമായി ആലപിച്ച സെഷൻ കേട്ടോ. വന്ദേ മാതരം ആദ്യമായി പാടിയത് ഏത് സെഷനിലാണ്? 1896 സെഷൻ കൽക്കട്ട സെഷനിൽ വെച്ചാണ് പാടിയത്. ആരാണ് ഈ സെഷന്റെ പ്രസിഡന്റ് എന്ന് കണ്ടു? ഈ സെഷന്റെ പ്രസിഡന്റ് പേരാണ് റഹ്മത്തുള്ള എം സൈനി. ആരാണ്? റഹ്മത്തുള്ള എം സൈനി. റഹ്മത്തുള്ള എം സൈനിയാണ് ഈ ഒരു സെഷന്റെ എന്താണ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത്. ഏത് വർഷം? 1896 കേട്ടാ. വന്ദേ മാതരം ആരാണ് എഴുതിയത്? ആരാണ് ഈ വന്ദേ മാതരം എന്ന് പറയുന്ന ഗാനം എഴുതിയത്? വന്ദേ മാതരം എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. അദ്ദേഹത്തിന്റെ നോവലായ, ബംഗാളി നോവലായ ആനന്ദ് മത് കേട്ടാ, ആനന്ദ് മത് എന്ന് പറയുന്ന നോവലിലാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്തിനെ പറ്റി? വന്ദേ മാതരത്തെ പറ്റി ആദ്യമായി പറയുന്നത് കേട്ടോ. വന്ദേ മാതരത്തെ പറ്റി വന്ദേ മാതരം അത് എഴുതിയത്, വന്ദേ മാതരം അദ്ദേഹം എഴുതിയത് ഏത് നോവലിലാണ്? ആനന്ദമത് എന്ന് പറയുന്ന നോവലിലാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്തിനെ പറ്റി എഴുതിയത്? നമ്മുടെ വന്ദേ മാതരം എന്ന ഗാനം എഴുതിയത്. ഓക്കെ, ആ വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് 1896 സെഷനിലാണ്. കൽക്കട്ട സെഷനിൽ വെച്ചാണ് ആദ്യമായിട്ട് ഇത് ആലപിച്ചത്. അന്ന് ഈ സെഷനിൽ ഈ ഗാനം ആലപിച്ചത് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറാണ്. രവീന്ദ്രനാഥ് ടാഗോറാണ് ഈ ഒരു സെഷനിൽ വന്ദേ മാതരം ആദ്യമായി എന്ത് ചെയ്യുന്നത്? ആലപിച്ചത് കേട്ടോ. ആദ്യമായിട്ട് ഇത് ആലപിച്ചത് ആരാണ്? നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറാണ്. പക്ഷെ ആരാ വന്ദേ മാതരം എഴുതിയത്? വന്ദേ മാതരം എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജി, അദ്ദേഹത്തിന്റെ നോവലായ ആനന്ദ് മത്. ഓക്കെ, അടുത്ത സെഷനിലോട്ട് പോയാലോ. അടുത്ത സെഷൻ 1897 1897 സെഷൻ അമരാവതി സെഷൻ. സെഷൻ ഏതാണ്? അമരാവതി. ഇവിടെ പ്രസിഡന്റിനാണ് ഇമ്പോർട്ടൻസ്. പ്രസിഡന്റ് പേര് കണ്ടു, സി ശങ്കരൻ നായർ. മലയാളി കേടാ, മലയാളിയായിട്ടുള്ള ഒരാള് INCയുടെ പ്രസിഡന്റ് ആയത് ആദ്യമായി ഏത് വർഷമാണ്? 1897 1897 മലയാളിയായിട്ടുള്ള സി ശങ്കരൻ നായർ കോൺഗ്രസ് പാർട്ടിയുടെ എന്തായി വരുന്നത്? പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നത്. ഏത് വർഷം? 97 സെഷൻ അമരാവതി സെഷനിൽ. സെഷനിലാണ് അമരാവതി സെഷൻ. ഓക്കെ, അടുത്ത് വർഷം 1905 ബനാറസ് സെഷൻ. 1905 ബനാറസ് സെഷൻ. ആരാ പ്രസിഡന്റ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ് 1905 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബംഗാൾ പാർട്ടീഷനൊക്കെ നടക്കുന്ന ഒരു ടൈം പീരീഡ് ആണല്ലേ. ബംഗാൾ പാർട്ടീഷനൊക്കെ നടക്കുന്ന ഒരു ടൈം പീരീഡാണ്. ആ സമയത്ത് നടന്നൊരു സെഷനാണ് ഏത്? ഈ ബനാറസ് സെഷൻ. ആ ബനാറസ് സെഷന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ബനാറസ് സെഷനിൽ 1905 എന്താണ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത്. ഓക്കെ, ഇത് ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത സെഷനിലോട്ട് പോയാലോ. അടുത്ത സെഷൻ യെസ്, നമ്മൾ പഠിച്ചൊരു കാര്യമാണ് 1907 സൂരറ്റ് സെഷൻ. നമ്മൾ പഠിച്ചു 1907. സംഭവം എന്താണ്? സൂരറ്റ് സ്പ്ലിറ്റ് അല്ലേ. സൂരറ്റ് സ്പ്ലിറ്റ് എന്തായിരുന്നു? കോൺഗ്രസ് പാർട്ടി 2 വിഭാഗം അല്ലെ, മോഡറസ്റ്റ്, എക്സ്ട്രീമിസ്റ്റ്, അങ്ങനെ 2 വിഭാഗമായിട്ട് കോൺഗ്രസ് പാർട്ടി എന്താണ് സ്പ്ലിറ്റ് ആയി പോയത് സെഷനിൽ വെച്ചാണ്? 1907 സൂരറ്റ് സെഷനിൽ വെച്ചായിരുന്നു. ആരായിരുന്നു പ്രസിഡന്റ്? റാഷ് ബിഹാരി എന്തായിരുന്നു? ഘോഷ് അല്ലെ. റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു ആ സെഷനിൽ എന്താണ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത്.
ആ ഒരു സെഷന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത് ആരാണ്? റാഷ് ബിഹാരി ഘോഷാണ്. റാഷ് ബിഹാരി ഘോഷാണ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത്. ഓക്കെ, ദെൻ അടുത്തത് 1911 സെഷൻ കൽക്കട്ട സെഷനാണ്. 1911 കൽക്കട്ട സെഷൻ. ഈ സെഷന്റെ പ്രത്യേകത വെച്ചാൽ ഈ സെഷനിൽ വെച്ചാണ് നമ്മുടെ നാഷണൽ ആന്തം ഇല്ലേ, നേരത്തെ നമ്മൾ കണ്ടതാണ് നാഷണൽ സോങ് ഏതായിരുന്നു? വന്ദേ മാതരം. നമ്മുടെ നാഷണൽ ആന്തം ഏതാ? ജനഗണമന അല്ലേ? നമ്മുടെ ജനഗണമന ആദ്യമായി ആലപിച്ച സെഷൻ ഏതാണ്? 1911 കൽക്കട്ട സെഷൻ കേട്ടോ. ഈ 1911 ഈ ഒരു കൽക്കട്ട സെഷനിൽ വെച്ചാണ് നമ്മുടെ നാഷണൽ ആന്തമായ ജനഗണമന ആദ്യമായി ആലപിച്ചത്. ആരാ ജനഗണമന എഴുതിയത്? ജനഗണമന എഴുതിയത് രവീന്ദ്രനാഥ് ടാഗോർ. നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറാണ് എന്ത് എഴുതിയത്? ജനഗണമന എഴുതിയത്. ആ ജനഗണമന ആദ്യമായി ആലപിച്ചത് 1911 ഏ സെഷനില? കൽക്കട്ട സെഷനിൽ വെച്ചാണ്. ഈ സെഷൻ പ്രസിഡന്റ് സ്ഥാനം അന്ന് വഹിച്ചിരുന്നത് BN ദാറ. BN ദാർ ആണ് ആ ടൈമിൽ കോൺഗ്രസ് പാർട്ടിയുടെ എന്തെന്ന് പറയുന്നത്? പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഏത് വർഷം? 1911. ഏത് വർഷം? 1911. ഓക്കെ, അടുത്ത സെഷനിലോട്ട് പോയാലോ. അടുത്ത സെഷൻ 1916 നമ്മൾ പഠിച്ചൊരു സെഷൻ ആണല്ലേ, ലക്നൗ പാക്ട്. നമ്മൾ പഠിച്ചൊരു കാര്യമായിരുന്നു ലക്നൗ പാക്ടിനെ പറ്റി. ലക്നൗ സന്ധി അല്ലേ, മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ഒപ്പുവെച്ച ഏത്? ലക്നൗ പാക്ട്. 1916 എ സെഷൻ, ലക്നൗ സെഷൻ. ആരാ പ്രസിഡന്റ്? AC മജുംദർ. ആരാണ് പ്രസിഡന്റ്? AC മജുംദർ ആയിരുന്നു ആ സെഷന്റെ എന്താണ്? പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നത് അല്ലേ. നമ്മൾ കണ്ടതാ, എല്ലാവരും ഒത്തുകൂടിയ ഒരു സെഷൻ ആയിരുന്നു അല്ലേ 1916 എ സെഷൻ, ലക്നൗ സെഷൻ അല്ലെ. മുസ്ലിം ലീഗും കോൺഗ്രസും ഒത്തുചേർന്നു. മോഡറിസ്റ്റും അല്ലെ, സൂരറ്റിൽ പിളർന്നു പോയ മോഡറിസ്റ്റും എക്സ്ട്രീമിസ്റ്റും ഒരിക്കൽ കൂടി ഒത്തുചേർന്നു. ഏത് വർഷത്തില്? 1916 എ സെഷനില്, ലക്നൗ സെഷനില്. ഓക്കെ, അടുത്ത് ഇമ്പോർട്ടന്റ് ഒരു സെഷനാണ് 1917. ഓക്കെ, സെഷൻ ഏതാ? കൽക്കട്ടയാ. 1917 എ സെഷൻ, കൽക്കട്ട സെഷൻ. എന്താ സെഷൻ പ്രസിഡന്റ് എന്ന് അറിയോ? നമ്മുടെ പ്രസിഡന്റിന്റെ പേരാ. പ്രസിഡന്റിന്റെ പേരൊന്ന് നോക്കിക്കേ, അനി ബസന്റ്. എന്താ സംഭവടാ? നമ്മൾ ഇതുവരെ കണ്ടതെല്ലാം പുരുഷന്മാരായിരുന്നു പ്രസിഡന്റ് അല്ലേ. ആദ്യമായി INCയിൽ ഒരു വനിതാ പ്രസിഡന്റ് വരുന്നു. ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ എന്ത് വരുന്നു? ഒരു വനിതാ പ്രസിഡന്റ് വരുന്നു. ആരാ പ്രസിഡന്റ്? ആനി ബസന്റ്. എടാ, കോൺഗ്രസ് പാർട്ടിയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരും ചോദിച്ചാൽ ആരാണ്? അത് ആനി ബസന്റ് ആണ്. ഏത് വർഷം? 1917 എ സെഷൻ, കൽക്കട്ട സെഷൻ. 1917 കൽക്കട്ട സെഷനിൽ ആര് പ്രസിഡന്റ് ആയിട്ട് വരുന്നു? ആനി ബസന്റ് പ്രസിഡന്റായി വരുന്നു 1917. പക്ഷേ ആനി ബസന്റ് നമുക്കറിയാം, ആനി ബസന്റ് ഒരു വിദേശിയാണ്, ഇന്ത്യക്കാരിയല്ല അല്ലേ. അവരൊരു ഫോറിനർ ആണ്. സോ അതുകൊണ്ട് തന്നെ വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് പിന്നീട് ചോദിക്കും കേട്ടോ. അപ്പൊ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ്. ഏത് വർഷം? 1917. ഓക്കെ, ദെൻ അടുത്തൊരു സെഷൻ 1921 സെഷൻ, അഹമ്മദാബാദ് സെഷൻ. സെഷൻ ഏതാണ്? 1921 എ സെഷൻ, അഹമ്മദാബാദ് സെഷൻ. പ്രസിഡന്റ് ആരാണ്? ഹക്കിം അജ്മൽ ഖാൻ. ആരാണ് പ്രസിഡന്റ്? ഹക്കിം അജ്മൽ ഖാൻ. ഈ ഹക്കിം അജ്മൽ ഖാൻ എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ INCയുടെ ഒരേ ഒരു ആക്ടിംഗ് പ്രസിഡന്റ്. INC കേട്ടാ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരേ ഒരു ആക്ടിംഗ് പ്രസിഡന്റ്, താൽക്കാലികമായി പ്രസിഡന്റ് സ്ഥാനം വഹിച്ച ഒരാളാണ് ആര്? ഹക്കിം അജ്മൽ ഖാൻ. ഏത് വർഷം? 1921 അഹമ്മദാബാദ് സെഷനിൽ വെച്ച്. 1921 അഹമ്മദാബാദ് സെഷനിലെ കോൺഗ്രസ് പാർട്ടിയുടെ എന്താണ് താൽക്കാലിക പ്രസിഡന്റ്, ഒരു ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് നിലവിൽ വന്ന ഒരാളാണ് ആര്? ഹക്കിം അജ്മൽ ഖാൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ ഓൺലി ആക്ടിംഗ് പ്രസിഡന്റ് ഓഫ് INC 1921 ഹക്കിം അജ്മൽ ഖാൻ ആണ്. ഓക്കെ, അടുത്ത സെഷനിൽ പോയാലോ. അടുത്ത സെഷൻ വർഷം 1924 സെഷൻ, ബെൽഗം സെഷൻ. ഏതാണ്? ബെൽഗം സെഷൻ. ആരാ പ്രസിഡന്റ് ഒന്ന് നോക്കിക്കേടാ. ആരാ പ്രസിഡന്റ്? യെസ്, നമ്മുടെ ഗാന്ധിജി. നമ്മുടെ ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഒരേ ഒരു സമ്മേളനമേ ഉള്ളൂ കേട്ടോ. ഒരൊറ്റ സെഷൻ മാത്രമാണ്
ആര് പ്രസിഡന്റ് ആയിട്ടുള്ളത്? ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിട്ടുള്ളത്. ഏത് വർഷമാ? 1924 എ സെഷൻ, ബെൽഗം സെഷൻ. 1924 ബെൽഗം സെഷൻ ആരാ പ്രസിഡന്റ്? ഗാന്ധിജിയാണ്. ഗാന്ധി ഒരൊറ്റ വട്ടമാണ് എന്ത് സ്ഥാനം? പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത്. ഏത് വർഷം? 1924 എ സെഷനില്, ബെൽഗം സെഷൻ. ഒരു ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും കേട്ടോ. ഗാന്ധിജി പ്രസിഡന്റ് ആയ ഒരേ ഒരു സെഷൻ. വീണ്ടും തൊട്ടടുത്ത വർഷം പോകുന്നു, 1925 സെഷൻ. ഏതാ? കാൺപൂർ സെഷൻ കേട്ടാ. 1925 സെഷൻ ഏതാണ്? കാൺപൂര്. ഇതൊരു ഇമ്പോർട്ടന്റ് സെഷൻ ആണ്. സെഷൻ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നമ്മുടെ പ്രസിഡന്റ് ആരും നോക്കിയടാ? പ്രസിഡന്റ് സരോജിനി നായിഡു, വീണ്ടും ലേഡി. നമ്മൾ നേരത്തെ കണ്ടു കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? ആനി ബെസന്റ് ആയിരുന്നു ആദ്യത്തെ വനിത. പക്ഷെ അവരാരായിരുന്നു? അവരൊരു ഫോറിനർ ആയിരുന്നു അല്ലേ? പക്ഷേ സരോജിനി നായിഡു ഇന്ത്യക്കാരിയ. സോ അത് തന്നെയാണ് ക്വസ്റ്റ്യൻ. INCയുടെ ആദ്യത്തെ ഇന്ത്യൻ വുമൺ പ്രസിഡന്റ്, ഇന്ത്യക്കാരിയായിട്ടുള്ള കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് അതാരാ? സരോജിനി നായിഡു. ഓക്കെ, അപ്പൊ കോൺഗ്രസിന് ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ചോദിച്ചാൽ അത് ആനി ബെസന്റും, അവരൊരു ഫോറിനർ. കോൺഗ്രസിനകത്തെ ഇന്ത്യക്കാരിയായിട്ടുള്ള ഫസ്റ്റ് വനിതാ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ അത് ആനി ബെസന്റ് ആണ്. എ സെഷൻ, കാൺപൂർ സെഷൻ. ഏത് വർഷം? 1925. 1925 കാൺപൂർ സെഷൻ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള സാധനമാണ്. നമുക്ക് അടുത്തിലോട്ട് പോയാലോ? അടുത്ത സെഷനിലോട്ട് നമുക്ക് കിടക്കാം. അടുത്ത സെഷൻ 1929 ലാഹോർ സെഷൻ. ഒരു ഇമ്പോർട്ടൻറ്റ് സെഷനാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ എപ്പോഴും ചോദിക്കുന്ന ഒരു സെഷനാണ്. നമ്മൾ പഠിച്ചിട്ടും ഉണ്ടെന്ന് തോന്നുന്നു. 1929 ലാഹോർ സമ്മേളനം. എന്താണ് ഈ സെഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ 1929 സെഷൻ എവിടെ വെച്ച് നടക്കുന്നത്? ലാഹോറിൽ വെച്ചാണ്. ഈ സെഷനിലാണ് കോൺഗ്രസ് പാർട്ടി പൂർണ്ണ സ്വരാജ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പൊ ചോദിക്കും, കോൺഗ്രസ് പാർട്ടി ഏത് സെഷനിൽ വെച്ചാണ് പൂർണ്ണ സ്വരാജ്? പൂർണ്ണ സ്വരാജ് മീൻസ് ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യം ആര് പ്രഖ്യാപിക്കുന്നു? INC പ്രഖ്യാപിക്കുന്നു. അതായത് INC പ്രഖ്യാപിക്കുന്നു ഇന്ത്യക്ക് എന്താണ്? ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു. ഏത് സെഷനിൽ വെച്ച്? 1929 ലാഹോർ സെഷനിൽ വെച്ച്. അന്ന് ആ സെഷന്റെ പ്രസിഡന്റ് ആരെന്നറിയോ? നമ്മുടെ ജവഹർലാൽ നെഹ്റു. ആ സമയത്ത് അന്ന് INCയുടെ പ്രസിഡന്റ് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ആര് പ്രഖ്യാപിച്ചു? INC പ്രഖ്യാപിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് 1930 29 സമ്മേളനം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 1930 ജനുവരി 26 1930 ജനുവരി 26 നമ്മുടെ ലാഹോറിൽ രവി നദിയുടെ കരയിൽ വെച്ച് നമ്മുടെ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തും കേട്ടാ. എന്ന് 1930 ജനുവരി 26 എവിടെ വെച്ച്? ലാഹോറിൽ വെച്ച് ഇന്ത്യയുടെ ദേശീയ പതാക ആര് ഉയർത്തും? ജവഹർലാൽ നെഹ്റു ഉയർത്തും. എന്തുമായി ബന്ധപ്പെട്ട്? പൂർണ്ണ സ്വരാജുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ടാണ് ഈ ജനുവരി 26 നമ്മൾ എന്ത് ആഘോഷിക്കുന്നത്? റിപ്പബ്ലിക് ഡേ അല്ലേ? നമ്മുടെ റിപ്പബ്ലിക് ഡേ എന്താ? ജനുവരി 26. 1950 ജനുവരി 26 ഫസ്റ്റ് റിപ്പബ്ലിക് ഡേ. അത് എന്തുകൊണ്ട് ജനുവരി 26 വരെ നമ്മൾ എടുത്തു? ജനുവരി 26 കാരണം നവംബർ 26 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തായിരുന്നു. പക്ഷെ അത് എന്തുകൊണ്ട് ജനുവരി 26 വെയിറ്റ് ചെയ്യാൻ ചോദിച്ചാൽ പൂർണ്ണ സ്വരാജ് നമ്മൾ ആഘോഷിച്ചത് എന്നാണ്? 1930 ജനുവരി 26 അന്നാണ് ഇന്ത്യയുടെ ദേശീയ പതാക ആര് വെക്കുന്നത്? ജവഹർലാൽ നെഹ്റു രവി നദിയുടെ കരയിൽ വെച്ച് ഉയർത്തിയത്. എന്തുമായി ബന്ധപ്പെട്ട്? പൂർണ്ണ സ്വരാജുമായി ബന്ധപ്പെട്ട്. അപ്പൊ പൂർണ്ണ സ്വരാജ് വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് വർഷമാ? 1929 അടുത്ത സെഷനിലോട്ട് പോയാലോ? അടുത്ത സെഷൻ 1931 സെഷൻ കറാച്ചി സെഷൻ. 1931 കറാച്ചി സമ്മേളനം. ആരാണ് പ്രസിഡന്റ്? നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ. ആരാണ്? നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ കോൺഗ്രസിന്റെ 1931 കറാച്ചി സെഷനിൽ എന്തായി? പ്രസിഡന്റ് സ്ഥാനം വഹിച്ചു. 1931 കറാച്ചി സെഷൻ ആരാ പ്രസിഡന്റ്? സർദാർ വല്ലഭായ് പട്ടേൽ പ്രസിഡന്റ് ആയി. അടുത്ത് 38
39. വളരെ പ്രധാനപ്പെട്ട രണ്ട് സെഷനാണ് ഏത്? ഈ 38ഉം 39. 38 1938 സെഷൻ നടന്നത് ഹരിപുരയിലും 39 സെഷൻ നടന്നത് ത്രിപുരയിലുമാണ് കേട്ടോ. 38 എവിടെയാണ്? ഹരിപുരയിൽ വെച്ചും 39 എവിടെയാണ്? ത്രിപുരയിൽ വെച്ച്. ഹരിപുര ത്രിപുരി സെഷൻ. ഈ രണ്ട് സെഷന്റെ പ്രസിഡന്റ് ആരാണ്? നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഈ രണ്ട് സെഷൻ കേട്ടാ, ഹരിപുര സെഷനും ത്രിപുരി സെഷന്റെയും കോൺഗ്രസ് സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഈ 1938 ഹരിപുര സെഷനിൽ നമ്മുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആര് വരും? സുഭാഷ് ചന്ദ്രബോസ് വരും. പക്ഷേ സുഭാഷ് ചന്ദ്രബോസ് വന്നത് കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗം ആൾക്കാർക്ക് എന്തില്ലായിരുന്നു? താല്പര്യമില്ലായിരുന്നു. ആര് പ്രസിഡന്റ് ആയത്? സുഭാഷ് ചന്ദ്രബോസ്. അങ്ങനെ ആ വിഭാഗക്കാരുടെ ഇത് പ്രകാരം കോൺഗ്രസിൽ 1939 തൊട്ട് 38 വരെയും 39 തൊട്ട് കോൺഗ്രസിലെ പ്രസിഡന്റുമാരെ ഇനി തൊട്ട് ഇലക്ഷനിൽ കൂടെ മാത്രമേ തിരഞ്ഞെടുക്കൂ. 1938 വരെ കോൺഗ്രസിന്റെ പ്രസിഡന്റ്മാരെ എടുത്തിരുന്നത് ഒരാളെങ്ങനെ എടുക്കും? അവർ കൂട്ടത്തിൽ നിന്നും ഒരാൾ എന്തായിട്ട് തിരഞ്ഞെടുക്കും? പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കുമായിരുന്നു. ഏത് വർഷം വരെ? 38 വരെ. പക്ഷെ 39 കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് എലക്ഷൻ നടക്കുന്നു. അങ്ങനെ 1939 തൊട്ടാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്ത് വന്നത്? എലക്ഷൻ വന്നത്. ആദ്യത്തെ എലക്ഷൻ എവിടെ വെച്ച്? ത്രിപുരയിൽ വെച്ച്. ഈ ഇലക്ഷനിൽ ആരൊക്കെയാണ് നിന്നതെന്നറിയാമോ? ഒരു വശത്ത് നമ്മുടെ സുഭാഷ് ചന്ദ്ര ബോസും മറുവശത്ത് നമ്മുടെ ഗാന്ധിജി ഒരാളെ നോമിനേറ്റ് ചെയ്തു. ഗാന്ധിജി നോമിനേറ്റ് ചെയ്ത് ആരെന്നറിയോ? പട്ടാമ്പി സീതാരാമയ്യ. ആരെയാണ്? പട്ടാമ്പി സീതാരാമയ്യ. പട്ടാമ്പി സീതാരാമയ്യ നോമിനേറ്റ് ചെയ്തത് ആരാ? ഗാന്ധിജിയാണ്. നമ്മുടെ ഗാന്ധിജിയാണ് പട്ടാമ്പി സീതാരാമയെ നോമിനേറ്റ് ചെയ്തത്. അങ്ങനെ സുഭാഷ് ചന്ദ്ര ബോസും പട്ടാമ്പി സീതാരാമയും തമ്മിലായിരുന്നു ആ ഒരു ഇലക്ഷൻ. ഇലക്ഷനിൽ ആര് ജയിച്ചു? സുഭാഷ് ചന്ദ്ര ബോസ് ജയിച്ചു. അങ്ങനെ കോൺഗ്രസിന്റെ ആദ്യത്തെ എലക്ടഡ് പ്രസിഡന്റായി വന്നത് ആരാണ്? സുഭാഷ് ചന്ദ്ര ബോസ്. കോൺഗ്രസിന്റെ ആദ്യത്തെ എലക്ടഡ് പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് സുഭാഷ് ചന്ദ്ര ബോസ് ആണ്. ഏത് വർഷം? 1939 ഏ സെഷൻ? ത്രിപുരി സെഷൻ. 1939 ത്രിപുരി സെഷനിലാണ് പുള്ളി കോൺഗ്രസിന്റെ എന്തായിട്ട് വരുന്നത്? ഫസ്റ്റ് എലക്ടഡ് പ്രസിഡന്റ് ആയിട്ട് വരുന്നത്. പക്ഷെ അതിന് മുമ്പുള്ള ഹരിപുര സെഷനിലും ആര് തന്നെയായിരുന്നു പ്രസിഡന്റ്? സുഭാഷ് ചന്ദ്ര ബോസ് ആയിരുന്നു. പക്ഷെ ഹരിപുരയിൽ അദ്ദേഹം അല്ലാതെ തിരഞ്ഞെടുത്തതാ. 39 ത്രിപുരി എന്താ? ഇലക്ഷനിൽ കൂടെ അദ്ദേഹം വന്നതാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. ഏത് വർഷം? 1939. അതല്ല. അപ്പൊ ഏതൊക്കെ വർഷങ്ങളിലാണ് സുഭാഷ് ചന്ദ്ര ബോസ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയെന്ന് ചോദിച്ചാൽ 38ലും 39ലും. 38 ഏതാ? ഹരിപുരയും. 39 ഏതാ? ത്രിപുരി സെഷനും. ഓക്കെ. ഇനി നമ്മൾ നേരെ പോണത് 1946, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയം അല്ലേ? 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആരായിരുന്നു കോൺഗ്രസിന്റെ പ്രസിഡന്റ്? അതായത് 1946 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് സെഷൻ ഏതാണ്? മീരറ്റ് സെഷൻ. 1946 മീരറ്റ് സെഷൻ. ആരാണ് പ്രസിഡന്റ്? JB കൃപ്പലാനി. ആരാണ്? JB കൃപ്പലാനി. അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത്, ഇന്ത്യക്ക് ഫ്രീഡം കിട്ടുന്ന സമയത്ത് ആരായിരുന്നു INC പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ ആരാടാ? JB കൃപ്പലാനി. JB കൃപ്പലാനി ആയിരുന്നു ആ സമയത്ത് INC എന്തെന്ന് പറയുന്നത്? പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ 1947 ഇന്ത്യക്ക് എന്ത് ലഭിക്കുന്നു? സ്വാതന്ത്ര്യം ലഭിക്കുകയും അതിനുശേഷം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന ആദ്യത്തെ സെഷൻ 1948 എവിടെ വെച്ചാ? ജയ്പൂരിൽ വെച്ചായിരുന്നു. 1948 സെഷൻ എവിടെ വെച്ചാണ്? ജയ്പൂരിൽ വെച്ച്. ആരാ പ്രസിഡന്റ്? പട്ടാമ്പി സീതാരാമയ്യ. പട്ടാമ്പി സീതാരാമയ്യ ആരായി? പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നു. ഏത് വർഷം? 1948. അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള അടുത്ത സെഷൻ, സ്വാതന്ത്ര്യ ശേഷമുള്ള ഫസ്റ്റ് സെഷൻ എവിടെ വെച്ചായിരുന്നു? ജയ്പൂരിൽ വെച്ചായിരുന്നു. ആരാ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത്? പട്ടാമ്പി സീതാരാമയ്യ. പക്ഷെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ആരായിരുന്നു പ്രസിഡന്റ്? JB കൃപലാനി ആയിരുന്നു കോൺഗ്രസിന്റെ എന്താ പറയുന്നത്? പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നത്.
ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത് സമ്മേളനങ്ങളെന്ന് പറയും. നമ്മുടെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നമ്മൾ ചില സെഷൻ നമ്മൾ കണ്ടത്, ആ സെഷനിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഇല്ലേ, ഇപ്പോൾ സൂററ്റ് സ്പ്ലിറ്റ്, ലക്നോ പാക്ട്, ആ സെഷനിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. സോ ആ സെഷൻ വെച്ച് നമ്മൾ പഠിച്ചത്. ചിലട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടുത്തെ പ്രസിഡന്റിനാണ് ഇമ്പോർട്ടൻസ്, അല്ലെ ഇപ്പൊ ഗാന്ധിജി പ്രസിഡന്റ് ആയതാണ് അവിടെ ഇമ്പോർട്ടൻസ്, അല്ലെ ബെൽഗം സെഷൻ 24, അല്ലെ അല്ലെങ്കിൽ ആനി ബസന്റ് ആദ്യത്തെ ലേഡി, അല്ലെങ്കിൽ ഫോറിൻ ലേഡി ആനി, അവിടെ ഇമ്പോർട്ടൻസ് ആർക്കാ? ആ പ്രസിഡന്റിനാണ്. ചിലടത്ത് വർഷം, അല്ലെ വർഷത്തിന്. അപ്പൊ എന്ത് വന്നാലും വർഷം പഠിക്കണം, ഏത് സെഷനിൽ നിന്ന് പഠിക്കണം, ആരാണ് പ്രസിഡന്റ് എന്നും കൃത്യമായി പഠിച്ചിരിക്കണം. കാരണം നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇതാണ് നമുക്ക് INC-യുമായി ബന്ധപ്പെട്ട് എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.